ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെണ്ടക്ക മസാല തയ്യാറാക്കിയാലോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക മസാലയാണ്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, ചെറിയൊരു കഷ്ണം പട്ട, 5 വറ്റൽമുളക് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. 8-10 ചുവന്നുള്ളി എടുക്കാം, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെയൊക്കെ കളർ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയുടെയൊക്കെ കളർ മാറി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇവിടെ ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. 7 വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം, ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് വെണ്ടക്ക വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം വേണ്ട, നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്കും ഉപ്പ് ചേർക്കും. അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെണ്ടക്ക ഒന്ന് വാടി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് മൊരിഞ്ഞു തുടങ്ങുന്നുമുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് അരച്ചിട്ടുള്ളത്. അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെയാണ് അരച്ചിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ സമയം വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, വെണ്ടക്കയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കൂടുതലാവരുത്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഗരം മസാല ചേർക്കാം. ഗരം മസാല 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് 1 മിനിറ്റ് അടച്ചു വെക്കാം. 1 മിനിറ്റൊക്കെ മതിയാവും. നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക മസാലയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ മല്ലിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അല്ലേ എടുത്തത്, 1/2 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്